തന്റെ രാജിക്ക് വേണ്ടി ഒരു വിഭാഗം പ്രവർത്തകരെ മുറവിളി കൂട്ടുന്നുണ്ട്. രാജി എന്നുള്ളതല്ല. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി വലിയൊരു പോരാട്ടത്തിന്റെ മധ്യത്തിലാണ്. ഇതിനിടയ്ക്ക് ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരു ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കുണ്ടായിരിക്കുകയാണ്. അത്തരം ബാധ്യത കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റ്, ആ വ്യക്തി ചെയ്യുന്ന തെറ്റിന് ആ വ്യക്തി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. രാഹുലിനെതിരെ ഇപ്പോൾ 2-3 ദിവസമായി ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. എനിക്കതിന്റെ കൃത്യമൊന്നും നിജസ്ഥിതിയൊന്നും അറിയില്ല. പക്ഷെ മാധ്യമങ്ങളിലൊക്കെ വളരെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇത് തെറ്റാണ് എങ്കിൽ രാഹുൽ അത് സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തണം, അല്ലെ പാർട്ടിയെങ്കിലും ബോധ്യപ്പെടുത്തണം. അത് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരവാദിത്തമില്ല, കോൺഗ്രസിനുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ഇത് അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ, നിരപരാധിത്വം തെളിയിച്ച് പാർട്ടിക്ക് മുമ്പിൽ വിശദീകരണം നൽകാൻ കഴിയുന്നില്ലെങ്കിൽ, സമൂഹത്തിന് മുമ്പിൽ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണം. ഇതാണ് എൻ്റെ നിലപാട്. കാരണം അത് പാർട്ടിക്ക് ഇത്തരം ചുമതലകൾ, ഇത്തരം ആളുകൾ, വ്യക്തികളുണ്ടാക്കുന്ന ഇത്തരം വിഴുപ്പുകളൊന്നും പാർട്ടിക്ക് ചുമക്കേണ്ട കാര്യമില്ല. ഇതൊരു വലിയ പാർട്ടി, നമ്മൾ വലിയ പോരാട്ടത്തിലാണ് ദേശീയ തലത്തിലും സംസ്ഥാനത്തുമൊക്കെ. അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനുള്ള വലിയ ഒരുക്കമാണ്. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ പോരാട്ടം നടക്കുക. അതിനിടയ്ക്ക് ഇത്തരം വ്യക്തികളുണ്ടാക്കുന്ന തലവേദനകൾ അത് പാർട്ടി എത്രയും വേഗം അതിന് പുറത്ത് കടന്നേ പറ്റുള്ളൂ. KPCC ശക്തമായിട്ട് സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല. രണ്ടഭിപ്രായമുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. വെയിറ്റ് ആൻഡ് സീ എന്നുള്ള മറുപടികൾ. അതെന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ മുമ്പിലൊരു പരാതി വന്നില്ല. ഒരു സമൂഹത്തിൽ അല്ല, പരാതി പാർട്ടിയുടെ മുമ്പ് വന്നിട്ടില്ല. ഒരു പോലീസ് കേസില്ല, ഒരു FIR ഇല്ല. ഇതെല്ലാം ഉള്ള കഥാപാത്രങ്ങളെല്ലാം ഈ നിയമസഭയിൽ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അന്തിമ തീരുമാനം ഇന്ന് തന്നെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും രണ്ടഭിപ്രായമുണ്ട്. ഇല്ല, രണ്ടഭിപ്രായമൊന്നുമില്ല. അത് പരസ്പരം എല്ലാവരുമായിട്ട് സംസാരിക്കണ്ടേ. ഞാൻ പറയില്ല, പരാതി ഇല്ലാത്തൊരു കാര്യത്തിൽ മാധ്യമ വാർത്തകളിൽ മാത്രം ആശ്രയിച്ച് പാർട്ടിയുടെ ഒടുക്കനായ ഒരു പുതിയ ഒരു ചെറുപ്പക്കാരന് നമുക്ക് അങ്ങനെ കുരുതി കൊടുക്കാനൊന്നും പെട്ടെന്ന് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി ഇതിനകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു ബോധ്യം പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ മറുപടി കൃത്യമായി കിട്ടാത്തതുകൊണ്ട് ക്ലാരിറ്റി വരാത്ത സാഹചര്യത്തിൽ അതൊന്ന് ക്ലാരിറ്റി വരുത്തിയാണ് എല്ലാവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം പാർട്ടി നടപടിയിലേക്ക് പോകുമെന്നാണ് എന്റെ വിശ്വാസം. ഒന്നുമില്ലാണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ അദ്ദേഹം രാജിവെക്കുന്നില്ല. ഇതിന്റെ ഒരു കൊല എവിടെ ഉണ്ടല്ലോ, അല്ലാണ്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഒരാൾ അങ്ങനെ ചെയ്തു മറ്റൊരാൾക്ക് എന്തുകൊണ്ട് ആ പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ലെന്ന് ചോദിക്കുന്നതിന് പകരം ഇതൊരു സ്ട്രേറ്റ് ആയിട്ടുള്ള ഒരു ഉത്തരവല്ലേ വേണ്ടത് ഇക്കാര്യത്തിൽ? സ്ട്രേറ്റ് ആയിട്ടുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പാർട്ടിയുടെ മുമ്പിൽ ഒരു പരാതി ഇല്ലാതിരുന്നിട്ട് പോലും ഇങ്ങനെ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ചാനലുകളിലും ഒരു വാർത്ത വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി. ഞാൻ എന്റെ പിന്നെ നിരപരാധിത്വം തെളിയിക്കാൻ പറഞ്ഞു. പക്ഷെ 3-4 ദിവസമായിട്ട് ആ നിരപരാധിത്വം അദ്ദേഹത്തിന് ഇതുവരെയും പ്രൂവ് ചെയ്യിക്കാനോ പാർട്ടി നേതൃത്വത്തിന് കൃത്യമായ ഒരു വിശദീകരണം നൽകാനോ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് സമയമില്ല, അതിന് സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു അവസാനമുണ്ടാക്കണം. അതിന്റെ പേരിൽ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എന്റെ. പാലക്കാട് ഉൾപ്പെടെ ചെയ്യണം ചെയ്യില്ലേ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആരോപണം? അല്ല, വ്യക്തികളുടെയൊക്കെ പേരിലുണ്ടാകുന്ന ആരോപണത്തിനും പാർട്ടിക്കൊന്നും അങ്ങനെയൊന്നും വരില്ല. വ്യക്തിപരമായി മാത്രം കാണുമെന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ച് അത് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പാർട്ടിക്ക് അതിന്റെ ഉത്തരവാദിത്തം കഴിയും. നടപടി ഇത്രയും ദിവസമായിട്ട് വൈകും. എത്ര ദിവസം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടൊന്നും പരാതി തന്നിട്ടില്ലല്ലോ. ഈ മാധ്യമങ്ങളെ നോക്കിയിട്ട് പാർട്ടിക്ക് നടപടിയെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ മാധ്യമങ്ങൾ വരുന്ന വാർത്തയെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് പാർട്ടി അതിന്റെ മറ്റു സാഹചര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ പേരിലുള്ള നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പം KC വേണുഗോപാൽ തന്നെ പറഞ്ഞല്ലോ. അതിന്റെ പേരിൽ അത് തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്ന് രാഹുൽ കുറച്ച് സമയം മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച അവന്തിക തന്നോട് സംസാരിച്ച ഒരു ചാറ്റും കാര്യങ്ങളെല്ലാം പുറത്തുവിട്ടിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരും. ഇത് കെട്ടിച്ചമച്ച ആരോപണമാണ് എന്നും കുറ്റവിമുക്തനാണ് എന്നുള്ള ആസൂത്രിത ശ്രമമാണ് എന്ന കാര്യങ്ങളെല്ലാം പുറത്തുവിടുന്നു പറയുന്നുണ്ട്. അപ്പം രാഹുലിന് അത് തെളിയിക്കാൻ ഇനിയും സമയം കൊടുക്കാം, അല്ലെങ്കിൽ അവസരം കൊടുക്കാം എന്ന് വിചാരിച്ച് കാത്തിരിക്കാനാണ് തീരുമാനം. അല്ല, രാഹുൽ അതുണ്ടെങ്കിൽ അത് വെളിയിൽ വരട്ടെ. തീർച്ചയായിട്ടും ഒരു ചെറുപ്പക്കാരനൊന്നും അവമാനിച്ചില്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞു വിടേണ്ട കാര്യമില്ല. അതിന്റെ പോരാളിയൊക്കെയാണ്, അത് അദ്ദേഹം കൊണ്ടുവരട്ടെ. പക്ഷെ അതുവരെ പാർട്ടിക്ക് നോക്കി നിൽക്കാൻ നേരമില്ല. പാർട്ടിക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ സമയമില്ല. പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് പാർട്ടി ആ കാര്യത്തിൽ അന്വേഷണമാകാമല്ലോ, പക്ഷെ ഒരു നടപടിയിലേക്ക് പാർട്ടി ഇപ്പോൾ പോകണം. മാറി നിന്ന് അന്വേഷണം നേരിടുന്നതല്ലേ നല്ലത്?
പാർട്ടി തലത്തിലാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എങ്കിൽ മാറി നിന്ന് അന്വേഷണം